നമ്മുടെ രാവിലെ തന്നെയല്ലേ മീൻകറി വയ്ക്കുകയാണ് കേട്ടോ. രാവിലെ ഇന്നലെ ഞാനേ എൻ്റെ വീട്ടിൽ പോയിരുന്നേ, വൈകുന്നേരത്തെ വീട്ടിലേക്ക് പോയില്ല കേട്ടോ, ഏട്ടൻ്റെ കടയിൽ പോയിട്ട് വന്ന്. അയിലച്ചമ്പാനാണേ മീൻ. അപ്പോൾ രാവിലെ ചോറ് കൊണ്ടുപോകണ്ടേ, കുട്ടികൾക്കും കൊണ്ടുപോകണം. ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കണം കേട്ടോ. മീൻകറി കുറച്ച് നേരത്തെ വെച്ച് കഴിഞ്ഞ് വെച്ചാൽ പിന്നെ നമുക്ക് അതിലാക്കാമല്ലോ. കുട്ടികൾക്ക് എന്തായാലും സൂര്യ വേറെ എന്തെങ്കിലും വെക്കണം അല്ലേ? കുട്ടികൾക്ക് എന്തായാലും വെക്കണം. ചായ വെക്കണേ, ചായ നത്തലാണോ എന്ന് വെച്ചാൽ വറുത്തതാണോ വെച്ചാൽ തിന്നും. അത് പിന്നെ ആരും ഒന്നും പറയേണ്ട ആവശ്യമില്ല. അല്ലാത്തതാണോ പറഞ്ഞു വെച്ചാൽ കറി വെച്ചത് പറ്റില്ല. ഞാൻ ഇന്നലെ വിചാരിച്ചു വൈകുന്നേരമായപ്പോഴേ മീനോ എന്തെങ്കിലും കുമ്പളങ്ങയും പരിപ്പും മുരിങ്ങക്കായും കൂട്ടാൻ വെച്ചിരുന്നു. ഉച്ചയ്ക്ക് ചോറിനുമ്പോൾ അത്ര ഒരു പച്ചക്കറി ദിവസം വയ്ക്കുമ്പോൾ അല്ലേ പച്ചക്കറി വേണ്ട. മിഞ്ഞാന്ന് മോര് കൂട്ടാൻ. അപ്പോൾ മീൻകറിയാണെന്ന് പറഞ്ഞു വെച്ചല്ലേ ഇന്നിക്കും നിൽക്കും നാളേക്കും നിൽക്കും. 2 ദിവസം സുഖമായി പോവും. ഞങ്ങൾ മുളക് വറുത്ത പുളിയും വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യവും കഴിഞ്ഞു. എന്ത് ഈ ആണുങ്ങൾക്ക് ഇത്ര പ്രത്യേകത അല്ലേ? എല്ലാവരുടെയും പറയും ആണുങ്ങൾക്ക് കൊടുക്കണ്ടേ. അപ്പം എന്താ ഈ പെണ്ണുങ്ങൾക്ക് കൊടുക്കണ്ടേന്ന് ചെയ്യാത്തത് അല്ലേ? ഈ പെണ്ണുങ്ങളെന്ന് വെറുതെ കിട്ടിയതാ? പെണ്ണുങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയില്ല, അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് അതൊന്നും വേണ്ട. കിലോന് 150. കിലോന് എന്നാ ഇനി കേട്ടോ എൻ്റെ അപ്പം തൂക്കിയിട്ട് എൻ്റെ കിലോ പൈസ ഒന്ന് തരുമോ? പഴയ തൂക്കത്തില്ല, ഇപ്പോഴത്തെ വിലയല്ല അത്. എന്നാ പഴയ പോലെ കൂടിയത് വില കുറയും. തൊണ്ടില്ലാത്തതിന് വില കൂടുതൽ. തൊണ്ട് ചീരില്ലാണ്ട് വരണം, എന്നാലും ശരി. അപ്പോൾ വില കിട്ടും. അയ്യോ അതിനെ പറയുന്നത് ഇപ്പം ശരിക്കും കുറേ ആൾക്കാരില്ലേ, ചില ആൾക്കാരൊക്കെ ഗോൾഡൊക്കെ എന്താ 5000-ത്തിന് 6000-ത്തിനൊക്കെ വാങ്ങിയ ആൾക്കാർ ഇപ്പം അവർ വിചാരിക്കുന്നുണ്ടാവും ഭഗവാനെ ആ സ്വർണ്ണപ്പണ്ട് പറഞ്ഞാൽ ഞങ്ങൾ കോടീശ്വരന്മാരായേന്. 100 പവനൊക്കെ കൊടുത്ത ആൾക്കാരുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. എന്താ നമ്മൾ കല്യാണത്തിന് സ്വർണ്ണം കൊടുക്കുന്ന സമയത്ത് 8000 രൂപയുള്ളൂ ഒരു പവൻ്റെ വില. എനിക്കെത്ര 1,00,000 എത്ര ഒക്കെ ആയിട്ടുള്ളൂ. ഇപ്പോൾ 1 പവൻ സ്വർണത്തിൻ്റെ വിലയില്ലേ അത്? അല്ല ഞാൻ പറയേ 100 പവൻ്റെ സ്വർണം കൊടുക്കുന്ന ആൾക്കാർക്ക് എത്ര മാറ്റം വന്നു. മാറ്റം വന്നു. അതിന് സാധനങ്ങൾക്ക് മാറ്റം വന്നില്ലേ? സാധനങ്ങൾക്ക് മാറ്റം വന്നാലും 10 ഇരട്ടി മാറ്റം വന്നു. നല്ല മാറ്റം വന്നു. 10 ഇരട്ടി അല്ലല്ലോ, 80,000 അല്ലല്ലോ. അപ്പോൾ എത്ര എന്താ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിനെ പറയുന്നത് നിങ്ങൾ കിലോയ്ക്ക് 150 രൂപയുടെ വെച്ച് എപ്പോഴേന്ന് തരും. എന്നാ പിന്നെ പഴയ തൂക്കല്ല, നിങ്ങൾ മാർക്കറ്റ് റേറ്റ് അനുസരിച്ചുള്ളതാണ്. അന്ന് എന്താ 42 കിലോന്. അപ്പൊ അത് തൊണ്ടോട് കൂടി ഞങ്ങൾ വന്നു, അതുകൊണ്ട് പറ്റില്ല, അത് വില കുറവാ. ഇപ്പൊ എന്താ തൊണ്ടില്ലാത്ത വിലയുള്ളൂ. തൊണ്ടോട് കൂടിയതിന് അന്നും വിലയില്ല അന്നും വിലയില്ല. അതുകൊണ്ട് നിങ്ങൾ വില പറയണ്ട. എന്തുണ്ടാക്കിയാലല്ലേ അവർക്കത് ഇഷ്ടമല്ല പറയുമ്പോഴേ എല്ലാവരും എന്താ ഈ നമുക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് ഇവരാരെങ്കിലും ചോദിക്കും. അല്ല ഇതിപ്പോ ആരുണ്ടാക്കണത്? ഞാനാണോ ഉണ്ടാക്കണത്? ഇയാളോ ഉണ്ടാക്കണത്? എന്നാലും അത് ആദ്യം മുതൽ അങ്ങനെ തന്നെയല്ലേ പറയാ. എന്തിന് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കണേ? നിങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയാൽ മതി. ആരവിടെ ചോറിനടിക്കല്? ഏട്ടൻ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കുകയാണെങ്കിൽ ചിക്കൻ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി വരിക അല്ലേ? നിങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കണ്ട. പിന്നെ ഇപ്പൊ മീൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറഞ്ഞാൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഞാൻ ഉണ്ടാക്കിക്കോ. ഇവിടെ പരാതി ആഴ്ചയിൽ 1 ദിവസം ചിക്കമായിട്ട് 3 ദിവസം എത്തിക്കണം ഞാൻ. പിന്നെ ഇപ്പൊ എന്തെങ്കിലും പരാതി വരും, ഏതെങ്കിലും ഇഷ്ടമുള്ള ഒന്ന് പറയും, പറഞ്ഞിട്ടെ ചെയ്തു തരൂ. ഓ നേട്ടം നമുക്ക് ഉച്ചക്കില്ലേ ഷാപ്പിൽ പോയിട്ട് കഴിക്കാം. ഇതാണ് നിങ്ങളുടെ ഇഷ്ടമുള്ളത്. നിലവാരല്ല അതിനൊന്നും. ഇന്നലെ അനിയേട്ടൻ സതിയേട്ടൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞതാണേ, ഷാപ്പിൽ പോയിട്ട് വാങ്ങാനോ. നിങ്ങൾ ഇന്നലെ ഉച്ചക്ക് പറഞ്ഞില്ലേ അത് പണക്ക് വേണം പറഞ്ഞു ഷാപ്പ് പോയിട്ട് വാങ്ങാന്നല്ലാണ്ട് ഷാപ്പിൽ പോയിട്ട് എന്താ കറിയും നൂൽപുട്ടൊക്കെ ഉണ്ട്. ഇത്ര ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് അങ്ങനെ ഷാപ്പ് പോയിട്ട് വാങ്ങണം എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്കല്ലേ. അപ്പൊ ആരാ നിങ്ങളിടയ്ക്ക് പുറത്ത് പോയിട്ട് തിന്നണത്? ആരാ? ഞാൻ ഷാപ്പ് പോയിട്ട് തീറ്റിയില്ല. നിങ്ങൾക്ക് വേണം പറയാൻ വാങ്ങിക്കൊണ്ടല്ലാണ്ട് ഞാൻ ഷാപ്പ് പോയിട്ട് തോന്നുന്നു എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എടുത്ത്. രണ്ടാൾക്കും എന്താ ഇത് മീന് വറുത്തിട്ട് കിട്ടാത്തതില് എണ്ണ ഇതാ കിളിയുന്നു.
എന്താ കിളിയേ ചായ കിളിയേ വളിയേ എന്താ ചിക്കിട്ട കുട്ടികൾക്ക് എണീറ്റൊന്നു. ഒരു ഞെറൂട്ടുണ്ട് ഞെറൂട്ടാൻ. അത് രാത്രിയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണേ. അത് നേരത്തെ അല്ല അതൊരു ഡെയിലി കാണണ്ടത്. അത് കുറെ നേരം ഉണ്ടല്ലോ. അത് ശരി വെറുതെ അല്ല. കുട്ടികള് റോസാപ്പൂ 10 മണിക്ക് തൊള്ള വിളിയിട്ടാലാണ് 10:10 ആകുമ്പോ കിടക്കും. ഫുള്ള് കാർട്ടൂൺ തന്നെ. ഇന്ന് കുറച്ച് വൈകിയോ? ഇന്ന് വെള്ളിയാഴ്ച ചെയ്തുകൊണ്ട് അല്ലേ. ചില ദിവസം നമ്മൾ നേരത്തെ വന്ന ബസ് വരികയില്ല. നേരത്തെ ഒരുങ്ങി കഴിഞ്ഞാൽ ബസ് വരികയില്ല. ബസ് അതിലാ കറി വെച്ചിട്ട് അതിൻ്റെ അവിടെ കൊണ്ടേക്ക്. വെള്ളം എടുത്തോന്നാ ഇല്ലേ? ഓ അതായിലുണ്ട്. അടിയിലതാ അടിയിലല്ലേ വെള്ളല്ലേ. എന്താ നമ്മുടെ കുട്ടിക്ക് വൈകി തലവേദനയ്ക്കേ എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ അത് തൊണ്ടവേദന, തലവേദന, കിച്ചൊക്കെ. അപ്പം അവിടെ ഇഞ്ചി വെള്ളം ഉണ്ടല്ലോ. ആര് ആര് എന്താ കിച്ചോടെ സ്കൂളിൽ പോകാത്ത? ഇന്നെന്താണ് ഈ അത് പറയേ ചെയ്യരുത് കേട്ടോ. വേറെ തന്നെ പോണം സമയം. മീനൊന്നും ഇവർ കൊണ്ടുപോവില്ല കേട്ടോ. മീൻ കൊണ്ടുപോകുക വെച്ചാൽ കുട്ടികൾ ഇറച്ചിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ പറയുകയൊക്കെ ചെയ്യും. ചോറിന് സുഖിയൻ മതി അച്ഛോ. ചോറിന് സുഖിയൻ മതി നോക്കിയ ചെറുപയറുകൊണ്ട് ഉണ്ടാക്കണമ്മ. ചട്ടവാറാണോ ഓൺലൈനിൽ കിട്ടും സുഖിന് നല്ലത്. ആരതല്ല ചട്ടവാറ്. ഞാൻ ചാട്ടവാറെന്താ കണ്ടിട്ടില്ല. അതാ മീൻ വറുത്തത് കഴിക്കട്ടെ. ഞാൻ മുട്ട പൊരിച്ചോളം പറഞ്ഞ അവൻ്റെ അടുത്ത് മര്യാദക്ക് ഒരു സമയത്തൊക്കെ തിന്നാണ്. എപ്പോഴാണ് ഈ മീൻ തീറ്റ നിർത്തിപ്പോയതാണ്? എന്താ മീൻ തീറ്റ നിർത്താൻ കാരണമാണോ? കൊട്ടിന് പോയില്ലേ? കൊട്ടിന് പോയപ്പോ അവനില്ലേ ഇപ്പോഴും കൊട്ടിന് പോവാൻ ഇഷ്ടാട്ടോ. നമ്മൾ വിടാക്കം കൊണ്ടാണ് അവന് കൊട്ടിന് പോകാൻ വേണ്ടിയിട്ട് എത്ര ആശാ പറയുന്നു വെച്ചിട്ടാ. എന്താ മൊത്തെടുക്കത് കൊട്ടിന് പോയ മുതൽ കുട്ടി ആള് മാറി. മുട്ടയും അമ്മൂനും അച്ഛനും മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. എന്താ എണ്ണോണ്ടിരുന്നിട്ട് കഴിക്കണ്ടല്ലോ. ചോറ് കൂട്ടാൻ, മീൻ വറുത്തത്, ഉപ്പേരി, മുട്ട വറുത്തത്. ഇത്രയും രാവിലെ 8:30 ആകുമ്പോഴേക്കും ആയിട്ടോ. രാവിലെ 4:45 എണീറ്റ് വർക്കൗട്ടിന് പോയി വന്നിട്ടാണ് ഇനി ഇന്ന് പലഹാരം ഒന്നും ഉണ്ടാക്കിയില്ല. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ നമുക്ക് ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല ഒന്നിനും. അപ്പോൾ നമ്മുടെ കഴിക്കുന്ന ആൾക്ക് മൂഡ്. അമ്മോ 7 മണിയൊക്കെ ആകുമ്പോൾ നീച്ചിട്ടേ ഇത്ര നേരമായില്ലേ കുട്ടിയെ സമയം. വേഗം വന്നിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടേ
7:30 നീച്ച് പറഞ്ഞാൽ 8:30 വരല്ലേ ചോറിടണമ്മോ. ആ ചെറുപയറുപ്പേരി കൂട്ടിയിട്ട് എടുത്ത് വാ. ശരിയോ ചോറ് എന്നാ മുട്ട വേണ്ടേ സ്കൂളിക്ക് ചെറുപയർ മുട്ട വേണ്ടേ പൊന്നാ മുട്ട വേണ്ടേ സ്കൂളിക്ക് കൊണ്ടാണോ? അപ്പൊ പിന്നെന്താ മുട്ട വേണ്ട പറഞ്ഞു? എന്നാ തോനെ കഴിക്കാൻ ചെറുപയർ. ഈ ചെറുപയറുപ്പേരിയുടെ കൂടെ ചെറുപയറുപ്പേരി കട്ടൻ ചായയും കഴിക്കാൻ നല്ല ടേസ്റ്റ്. അതാ സുഗന്യ ആക്കിക്കണല്ലോ മേമ. എന്നാ ഉപ്പേരി ആക്കിക്കോ. മുട്ട പൊരിച്ചതും. അച്ചുട്ടിക്ക് മുട്ട വേണോ പൊന്നാ? അച്ചുട്ടി കൂട്ടില്ല കേട്ടോ, അതാണ് മുട്ട വേണോ ചോദിക്കുന്നത്. കൂട്ടുകാരി കൊടുക്കാൻ അച്ചുട്ടി കോഴിമുട്ടേ കഴിച്ചിട്ടില്ല. ഇവിടെ ഉണ്ണി ചോറിന് ഇതിലുപ്പേരി. ചെറുപയർ നല്ല ചെറുപയറായതും കൊണ്ട് നല്ല വലിപ്പമുണ്ട് അല്ലേ. എന്നിട്ട് വേണം ഇവരൊന്ന് പോയി കഴിഞ്ഞിട്ട് വേണം സമാധാനത്തിൽ കുറച്ച് നേരം ഇരിക്കാൻ. ഇവരിനെ കുറച്ച് നേരം ഇരുന്നിട്ട് തന്നെ ചെയ്യുള്ളൂ കേട്ടോ അല്ലേ. ചാച്ചൻ പോയി 75 റുപ്യാണ് പൈന്. അതെ ഇങ്ങനെയാകുമ്പോഴോ ഞാൻ ഇപ്പോൾ വെക്കണ പോലെ വെക്കിയാലോ. ഞാൻ നിനക്ക് കറി അടിയിലും ഇന്നലെ കറി കൂട്ടിയില്ലേ അല്ലേ. ഇതാണ് ഇവർക്ക് ദിവസം കറി വെച്ച് കഴിഞ്ഞാൽ കറി ആക്കണ്ട കേട്ടോ. എന്നാലും കറി വേണ്ട പറയും. അച്ചുട്ടിക്ക് പിന്നെ കറി വേണ്ട. അച്ചുവിന് വെറുക്കൻ അങ്ങനെ ഉപ്പേരി കൂട്ടി കഴിക്കും. അടിയിൽ ഇങ്ങോട്ടാക്കിയാൽ അമ്മൂട്ടി ചോറിൽ കോഴിമുട്ട വെക്കട്ടെ. ഒന്നും കൂടി 2 പീസ് വെക്കണോ? ചോറ് ഒന്നാമത് എന്താണെന്നറിയോ കഴിക്കില്ല. ചില സമയത്ത് കാണാം കൂട്ടുകാരും തന്നെയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയത് തിരിച്ച്. ഇന്നലെ കൊണ്ടേ ചോറിൻ്റെ അല്ലേ 3/4 ഭാഗം ചോറുണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട്. അച്ചുട്ടിയല്ലേ കഴിക്കാതിരുന്ന്. എന്താ അമ്മ ഇന്നലെ ചോറിനാഞ്ഞ് കണ്ടോ? ഒന്നുമില്ല. ഇത് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കി തരണന്ന് വേണ്ടേ. എന്താ ഇനി ഉച്ചയ്ക്കല്ലേ മീൻ വറക്കണം. ഇനിയാണ് പണി കേട്ടോ. അടുക്കള പണീനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും ഇവിടെയും അടിച്ചോരി തുടയ്ക്കണം, മിറ്റടിക്കണം, പാത്രങ്ങൾ കഴുകാണ്ടാവും. കുട്ടികൾ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അവർ പോണവരെ അവരുടെ കൂടെ നിൽക്കട്ടെ പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോൾ ഇതിനും കൂടി പോയി വന്നു കഴിഞ്ഞു വെച്ചാൽ സമയം അടുക്കളയിൽ തിരിയുമ്പോഴേക്കന്നെ ബാക്കി വൃത്തിയാക്കാനുള്ള സമയം കിട്ടില്ല. കുഞ്ഞിനെ കുളിപ്പിക്കൽ, കുഞ്ഞിൻ്റെ കൈ കേടുവെന്നല്ലേ. സൂര്യക്കും ഓരോ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം. 2 പേർക്കും നല്ല തിരക്കായിരിക്കും രാവിലെ. അത് കഴിഞ്ഞാൽ സമാധാനമായി കേട്ടോ. അപ്പോൾ ചെറുപയറിനെക്കാട്ടിലും എനിക്കിഷ്ടം മുതിരയാണ് കേട്ടോ. മുതിരയും കട്ടൻ ചായയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെച്ചാൽ ചായയുടെ കൂടെ അധികം ചോറിൻ്റെ കൂടെ കഴിക്കും. പക്ഷേ ചായയുടെ കൂടെ കഴിക്കുമ്പോൾ ഒന്നും കൂടി ഇഷ്ടമാണ്. കണ്ടോ അമ്മ ചോറിനുമ്പോൾ അച്ചുവാക്കി കൊടുക്കണം. ഇവരില്ലേ രാവിലെ നീച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരിക്കും, ഒരു ഉഷാറില്ലാത്ത പോലെ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് അവരൊന്ന് നീച്ചൊന്ന് ഉഷാറാവുള്ളൂ. ആവൂ. അപ്പോൾ നാളെ പിന്നെ എല്ലാവരും ഉണ്ടാവും. ഇന്നലെ സത്യം പറയുക വെച്ചാലേ നമ്മൾ 2 ദിവസം 3 ദിവസത്തോളം അരി അരച്ചതുണ്ടായിരുന്നേ. ഇന്ന് ഒന്നുമില്ല. അപ്പം അരി അരച്ചതൊക്കെ അല്ല, അത് ഇന്നലെയൊക്കെ ഉണ്ടാക്കി. അതുമല്ല ഇന്നലെ മുതലില്ലേ ഭയങ്കര ഓരോ ടെൻഷനുകളാണ് കേട്ടോ. ഇപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കാനുള്ളതുണ്ട്, ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പൊടി ഉണ്ടല്ലോ സൂന്. സാധനങ്ങളില്ലായൊന്നുമില്ല, പക്ഷെ ഉണ്ടാക്കാനൊരു മൂഡില്ല കേട്ടോ. നമ്മുടെ മനസ്സ് ഒരു സമാധാനം ഇല്ലയെന്ന്. എന്താണ് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ പറയാൻ പറ്റാത്ത ഒരുപാട് വിഷമങ്ങളാണ് കേട്ടോ. ഇവിടത്തെ എന്നല്ല, പക്ഷെ പറയാൻ പറ്റായൊന്നുമില്ല. നമ്മളെന്താണെന്നറിയോ, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ആവശ്യമില്ലാത്തല്ല നമ്മുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് വേറെ ഉള്ളവർക്ക് അതും ഇതും കണ്ടൻ്റ്
കണ്ടൻറ്റ് ആക്കിയിട്ട് എന്താ തമ്മിൽ വർത്താനം വേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. പക്ഷെ ആവശ്യങ്ങൾ വരികയാണോ വെച്ചാൽ നമ്മൾ എന്തായാലും പറയും. പറയാതെ നമ്മൾ എന്തിനാ ഉള്ളിലെല്ലാ സങ്കടം ഒതുക്കി വെച്ചിട്ടിരിക്കുന്നില്ല ഏട്ടാ. എങ്ങനെ പറയുക, അണമുട്ടിയ എന്താ ചേരിയും കടിക്കുന്നു പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പം അത്രയും നമ്മളെ മാനസികമായി ബുദ്ധിമുട്ടിക്കുകയാണോ എന്ന് വെച്ചാൽ നമുക്ക് പറയാണ്ടും ഒതുക്കി വെച്ചിട്ടും ഒക്കെ എന്താണ് കാര്യമുള്ളത്? ഒരു കാര്യമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം എല്ലാവരോടും ഒരു കാര്യം പറയാണ് കേട്ടോ. എത്രയൊക്കെയാണെന്ന് വെച്ചാൽ ഒരു പരിധി കഴിഞ്ഞു വെച്ചാൽ എല്ലാ വീട്ടിലും ഒരു പെങ്ങന്മാരാണ് പറഞ്ഞു വെച്ചാൽ, അമ്മമാരൊക്കെയാണ് പറഞ്ഞു വെച്ചാൽ ഒരു ബാധ്യത, ചിലവർക്ക് ബാധ്യതയായിട്ട് വരും. നമ്മൾ ഉപകാരത്തിന് പോയിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഉപദ്രവത്തിന് പോയിട്ടില്ലെങ്കിലും വേണ്ടില്ല, എങ്ങനെ പോയാലും നമ്മളെ വഴി പിടിച്ച് വരും. നമ്മളൊന്നിക്കില്ലെങ്കിലും തേടി പിടിച്ച് വരും. എന്തൊക്കെ ഞാൻ ഒരു ദിവസമല്ലേ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ, എല്ലാതും. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കും അല്ലേ ചേട്ടാ? ഇത്രയൊക്കെ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ ചിരിച്ച് കളിച്ച് നിങ്ങൾ ചില സമയത്തൊക്കെ നമ്മുടെ മൈൻഡൊക്കെ മാറി മാറി പോട്ടോ. പക്ഷെ പറയാതിരിക്കില്ല, എന്തായാലും ഞാൻ എല്ലാ കാര്യങ്ങളും ഒരു ദിവസം പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ പറയാം. സങ്കടം വന്നാലും എൻ്റെ അമ്മ അറിയട്ടോ, സങ്കടം വന്നാലും സന്തോഷം വന്നാലും ചിരിച്ച് നിൽക്കണം, നമ്മൾ കരയാൻ പാടില്ല പറയും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു പരിധി വരെയൊക്കെ ഞാൻ അങ്ങനെ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, നിൽക്കണമുണ്ട്. പക്ഷെ പിന്നെയും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുമല്ലോ. അപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുകയാണ്, എല്ലാവരും ആകെ ഒരു ജീവിതമേ ഉള്ളൂ, ആ ഉള്ള ജീവിതമല്ലേ സന്തോഷത്തോടെ ഇരിക്കുക. നമ്മൾ സ്വത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്ന ആകെ ചെറിയ ജീവിതമല്ലേ ഉള്ളൂ, അതിൽ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ക്ഷമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് പറഞ്ഞു വെച്ചാൽ എത്ര രസമുണ്ടാവും. സ്വത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് വില അറിയാണ്ടോ ഒക്കെ നമ്മൾ പെരുമാറുമ്പോൾ അല്ലേ ഇതൊക്കെ കാണുന്ന മുകളിലൊരാളുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ പിന്നെ ഞാൻ എന്തായാലും ഇല്ലേ എല്ലാം ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ഞാൻ പറയാം കേട്ടോ, എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. ഞാൻ ഇത്രയും കാലം എന്താ വിചാരിച്ചെന്ന് അറിയോ, പബ്ലിക്കിൻ്റെ മുമ്പിൽ ഒന്നും പറയില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇനി അത് പറയാതിരുന്നിട്ട് കാര്യമില്ല. കാരണം അത്രയ്ക്കും നമ്മളെ മാനസികമായിട്ട് ഓരോ കാര്യത്തിന് ബുദ്ധിമുട്ടിക്കുമ്പോൾ നമ്മൾ പറയണ്ടേ. അപ്പം നാളെ കാണാം കേട്ടോ.